തനത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച 75% ഗ്രാൻറ്റ് അനുവദിക്കുമെന്ന് പറഞ്ഞ കേന്ദ്ര ഗ്രാൻറ്റ്. അതിന് എൻ്റെ ഒരു നിർദ്ദേശം ഈ 75% 100% സംസ്ഥാന സർക്കാരും കൂടി 100% ഫണ്ട് കൊടുത്ത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികൾക്കും ഫണ്ട് കൊടുത്ത് ഇതിൽ മാലിന്യ പ്ലാന്റ് തുടങ്ങുവാൻ ഗവൺമെൻറ് കൊടുക്കുവാൻ സാധിക്കുമോ? വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ രംഗത്ത് വളരെ അപകടകരമായിട്ട് നീങ്ങുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് അടിയന്തരമായ ചില പരിപാടികൾക്ക് ഗവൺമെൻറ് രൂപം കൊടുക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളുമായിട്ട് ഇന്ന് ചർച്ച നടത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന മുന്നറിയിപ്പൊക്കെ വളരെ അപകടകരമാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യത്തിൽ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. അതിന് വലിയ വിപുലമായ ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ മുതൽ പഞ്ചായത്ത് വരെ ഉള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് പുതിയ ടെക്നോളജി പ്രയോജനപ്പെടുത്തി നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള സംവിധാനം 1. 2, ഓരോ കുടുംബത്തിലും ചെറിയ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് അതിനിപ്പം 75% വരെ ഗ്രാൻറ്റ് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പം ഇട്ടിരിക്കുന്നത്. 50% ശുചിത്വ മിഷൻ കൊടുക്കും, 25% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതിനി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും ആലോചിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നദികളും ജലാശയങ്ങളും കായലുകളും സംരക്ഷിക്കാനുള്ള പദ്ധതി. ഇതിന് ബോധവൽക്കരണം വേണം. 1, ഗവൺമെൻറ്റിൻ്റെ ടെക്നോളജിക്കൽ സപ്പോർട്ട് വേണം. 2, ടെക്നോളജിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണം. അതോടൊപ്പം തന്നെ നിയമനിർമ്മാണവും വേണം. പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ നിയമനിർമ്മാണം എന്നുള്ളത് തത്വത്തിൽ അംഗീകരിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ 5 അംഗ കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. അവരുടെ ശുപാർശകൾ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം ആ നിർദ്ദേശങ്ങളെക്കുറിച്ച് പരിശോധിച്ച് പഠിച്ച് അതിനൊരു രൂപം കൊടുക്കും. 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തന പരിപാടികളുടെ അവസാനം വരുമ്പോഴത്തേക്ക് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം ഈ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെതിരെ, ജലാശയങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെതിരെ കർശനമായിട്ടുള്ള നിയമവും നമുക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഈ പരിപാടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാ വിധത്തിലുള്ള ഒരു യോജിച്ച് ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാകും എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്രാവശ്യത്തെ നമ്മുടെ പകർച്ചപ്പനിയും മഞ്ഞപ്പിത്തവും ഒക്കെ സംബന്ധിച്ച് പഠിക്കാനെത്തിയ കേന്ദ്ര സംഘത്തിൻ്റെയും ഉപദേശം ഇതുതന്നെയാണ്. ഇന്നത്തെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിയന്ത്രിക്കാൻ സാധിക്കും, നിയന്ത്രണ വിധേയമായിരിക്കും. പക്ഷേ ഇത് അടിയന്തരമായി ഇത് അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം വളരെ വലുതാണ്. അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ ഈ ചോദ്യത്തിന് മറുപടി പറയുന്ന കൂട്ടത്തിൽ എല്ലാവരുടെയും സഹകരണം ഇതിനകത്തുണ്ടാകണം. ഇന്ന് തന്നെ പ്രതിപക്ഷവുമായിട്ട് ചർച്ച ചെയ്യാനും ആഗ്രഹിക്കുന്നു. ഈ മാലിന്യ വിമുക്ത കേരളം എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. സർ, ഈ പ്രചരണം നടത്തിയതുകൊണ്ട് മാത്രം മാലിന്യം ഇല്ലാതാവില്ല. ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം സർ, ഉത്ഭവസ്ഥാനത്ത് വികേന്ദ്രീകൃതമായി മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതി വിജയിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കുന്ന അവസ്ഥ വർദ്ധിക്കാനാണ് പോകുന്നത്. ഉത്ഭവസ്ഥാനത്തിന് ഇത് വികേന്ദ്രീകരിച്ച് സംസ്കരിക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ബഹുജന പ്രസ്ഥാനങ്ങളും എല്ലാം ചേർന്നുകൊണ്ടൊരു ജനകീയ മൂവ്മെൻ്റായിട്ട് ഇത് മാറ്റുന്നില്ലെങ്കിൽ എത്ര കൊല്ലം നമ്മളിത് പ്രഖ്യാപിച്ചാലും ഇത് ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കും. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് ഇതിന് എല്ലാവിധ പിന്തുണയും സഹായവും ഈ പദ്ധതിക്ക് ഉണ്ടാവും. മാലിന്യ വിമുക്ത കേരളം അത് നടപ്പാക്കുന്നതിന് വേണ്ടി എല്ലാം മറന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റുമായി സഹകരിക്കാൻ പ്രതിപക്ഷ സന്നദ്ധമാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസ്താവന, സഹകരണ വാഗ്ദാനം ഈ മൂവ്മെൻറ്റിന് ശക്തി പകരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കാരണം എല്ലാവരുടെ കൂടിയാലേ നമുക്കിത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സാക്ഷി ഉണർത്തിക്കൊണ്ട് അവരുടെ ഒരു പുതിയ ജീവിത ശൈലി തന്നെ നമുക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ശ്രീ കോടിയേരി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇത് മാലിന്യങ്ങൾ അതിൻ്റെ ഉറവിടത്തിൽ തന്നെ വേർതിരിക്കാനുള്ള സംവിധാനം വേണം. ഇപ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഇത് സംബന്ധിച്ച് ശരിയായ ബോധവൽക്കരണം വേണം. ഇന്നലെ ക്യാബിനറ്റ് അംഗീകരിച്ച പരിപാടിയുടെ ഒന്ന് ഈ മുഖ്യമായിട്ടുള്ള ഒരു പരിപാടി ബോധവൽക്കരണമാണ്.
ഒരു പൗരബോധം, ഒരു സാമൂഹ്യ ബോധം ഈ കാര്യത്തിൽ. നമ്മളും മലയാളികളെല്ലാം ശുചിത്വ ബോധമുള്ളവരാണ്, പക്ഷെ സാമൂഹ്യ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നിലാണ്. അപ്പം അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ നമുക്ക് ഒന്ന് ചെയ്യണം. അതിന് ഈ സഹായ വാഗ്ദാനം നിശ്ചയമായും നമുക്ക് ഈ പരിപാടി ഏറ്റവും വിജയകരമായി മുമ്പോട്ട് പോകുന്നതിന് സഹായകരമാകും. പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ കർമ്മ പരിപാടിക്ക് രൂപം കൊടുക്കുന്നത് എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു.